ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ശ്രദ്ധേയമായ ചില കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെയായിരുന്നു ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ. CASനെതിരെ റീറ്റെയിൽ ട്രേഡർമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. ഓഹരി വിപണികൾ നിരവധി റീറ്റെയിൽ നിക്ഷേപകർ ഇന്നലെ ബഹിഷ്കരിച്ചിരുന്നു. റീറ്റെയിൽ നിക്ഷേപകരുടെ പ്രതിഷേധവും CASനെതിരെ വ്യാപകമായി നടക്കുന്ന ആരോപണങ്ങളുമെല്ലാം പരിഗണിച്ച് ഇന്നലെ സെബി ചെയർമാൻ തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. CASൽ മാനിപ്പുലേഷൻ കണ്ടെത്തിയിട്ടില്ലെന്നാണ് സെബി പറയുന്നത്. ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് റിഫോം ആണെന്ന് സെബി അവകാശപ്പെടുന്നു. ഇന്നലെയായിരുന്നു ഇന്ത്യയുടെ CPI പണപ്പെരുപ്പ ഡാറ്റ പുറത്തു വന്നത്. ജൂലൈയിൽ 4.45% CPI ഡാറ്റ പുറത്തു വന്നത്. 19 മാസത്തെ ഉയർന്ന നിരക്കായിരുന്നു ഇത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ടാറ്റ സൺസിൽ നിന്നും ചെയർമാൻ N ചന്ദ്രശേഖരൻ സ്ഥാനമൊഴിയുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കേണ്ടതുണ്ട്. ഇനി ഓയിൽ പ്രൈസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുധനാഴ്ച എണ്ണ വിലയിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല. ചെങ്കടലിലും ഗൾഫ് ഓഫ് ഒമാനിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ മാരക ആക്രമണങ്ങൾ ആഗോള ഷിപ്പിംഗ് പാതകളിലെ സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുകയാണ്. ഇന്നലത്തെ US മാർക്കറ്റുകളിലേക്ക് വന്നാൽ മിക്സഡ് ആയിട്ടായിരുന്നു US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്കും S&P 500 പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെയായിരുന്നു US നിന്നും പണപ്പെരുപ്പ ഡാറ്റ പുറത്തു വന്നിരുന്നത്. പണപ്പെരുപ്പ കണക്കുകൾ പ്രതീക്ഷിച്ചതിലും മിതമായിട്ടാണ് പുറത്തു വന്നത്. അത് വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവായിരുന്നു. സെപ്റ്റംബറിലെ യോഗത്തിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യത കുറയുന്നു എന്നാണ് വിപണി വിലയിരുത്തുന്നത്. ഇന്നലെ അവിടെ നിന്നും പുറത്തു വന്ന Q1 റിസൾട്ടുകൾ, പ്രത്യേകിച്ച് കോർവേവ് ഉൾപ്പെടെയുള്ള AI ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ മികച്ച ത്രൈമാസ ഫലങ്ങൾ വിപണിക്ക് കൂടുതൽ പിന്തുണയായി എന്ന് വേണം പറയാൻ. ഇനി ഇന്നലത്തെ യൂറോപ്യൻ വിപണികളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.5% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 3.8% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,442 എന്ന നിലയിലാണ്. ഒരു 30 പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. 6 മാസമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു. ബുധനാഴ്ച ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരൻ തന്നെ അതിന് മറുപടി നൽകി. ടാറ്റ സൺസ് ചെയർമാനായിട്ടുള്ള ചന്ദ്രശേഖരൻ തൻ്റെ നിലവിലെ കാലാവധി 2027 ഫെബ്രുവരി 20 അവസാനിക്കുമ്പോൾ വീണ്ടും ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്ന് ബോർഡിനെ അറിയിച്ചു. അങ്ങനെ ഒരു ദശാബ്ദ കാലമായിട്ട് ടാറ്റ സൺസിനെ നയിച്ച ടാറ്റ സൺസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പടിയിറങ്ങുകയാണ്. ടാറ്റ സ്റ്റീൽസ് MDയും CEOയുമായിട്ടുള്ള TV നരേന്ദ്രനാണ് അടുത്ത ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള വ്യക്തിയായിട്ട് കാണപ്പെടുന്നത്. അതൊരു സാധ്യത മാത്രമാണ്, കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ചെയർമാൻ സ്ഥാനത്തെക്കുറിച്ച് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലീഡർഷിപ്പ് അൺസർട്ടൈനിറ്റി വരുന്നത് കൊണ്ട് കമ്പനിയെ സംബന്ധിച്ച് ഒരു നെഗറ്റിവിറ്റി ഇപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഒരു പ്രതിഷേധം കൂടി നടന്നിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി റീറ്റെയിൽ ട്രേഡർമാരാണ് ഇന്നലെ ഓഹരി വിപണികൾ ബഹിഷ്കരിച്ചത്. ഈ മാസം നിക്ഷേപകരിൽ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ച പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ, അതായത് CAS, അതിനെതിരെയായിരുന്നു പ്രതിഷേധം നടന്നത്. ഈ CASനെതിരെയാണ് നിരവധി റീറ്റെയിൽ ട്രേഡർമാർ പ്രതിഷേധിച്ചത്. ഏതായാലും ഈ ഒരു പ്രതിഷേധം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ CAS ഇതുവരെയും വിപണി കൃത്രിമമായി നിയന്ത്രിച്ചതിൻ്റെ, അതായത് ഒരു മാനിപ്പുലേഷൻ നടന്നതായിട്ടുള്ള യാതൊരു തെളിവും കണ്ടെത്തിയിട്ടില്ലെന്ന് സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ തന്നെ ബുധനാഴ്ച വ്യക്തമാക്കി. അദ്ദേഹം പറയുന്നത് CAS ഒരു വലിയ മാർക്കറ്റ് സ്ട്രക്ചർ റിഫോം ആണെന്നും ഇന്ത്യൻ ഓഹരി വിപണിയിലെ ആഗോള നിലവാരത്തിലേക്ക് മികച്ച രീതിയിലേക്കും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇതും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പുതിയ സംവിധാനത്തെക്കുറിച്ച് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉന്നയിച്ച് ആശങ്കകളും അഭിപ്രായങ്ങളും സെബി പരിശോധിക്കുകയാണ്. പാണ്ഡെയുടെ വാക്കുകൾ പ്രകാരം ജപ്പാൻ 2024 തന്നെ ഈ രീതിയിലുള്ള ഒരു സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഹോങ്കോങ്, US, ജർമ്മനി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, കൂടാതെ ഓസ്ട്രേലിയ തുടങ്ങിയ വിപണികളിലും ഈ ക്ലോസിംഗ് ഓപ്ഷൻ സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അടുത്തതായി ഇന്ത്യയുടെ CPI പണപ്പെരുപ്പം ജൂലൈ മാസത്തിൽ 4.45% പുറത്തു വന്നിരിക്കുന്നു. 19 മാസത്തെ ഉയർന്ന നിരക്കാണിത്. ജൂൺ മാസത്തിൽ 4.38% നേരിയ ഒരു വർധനമാണ് ജൂൺ മാസത്തേതുമായി കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. എന്നിരുന്നാലും തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ മാസവും RBIയുടെ 4% എന്ന മീഡിയം ടേം ടാർഗറ്റിന് മുകളിലായിട്ടാണ് ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം ഫുഡ് ഇൻഫ്ലേഷൻ തന്നെയാണ്.
ജൂലൈയിൽ 5.52% പുറത്തു വന്നിരിക്കുന്നത്. അത് ജൂൺ മാസത്തിൽ 5.32% കൂടാതെ മീറ്റ്, വെജിറ്റബിൾസ്, സ്പൈസസ്, പൾസസ് എന്നിവയിലുണ്ടായ വില വർധനവാണ് പ്രധാനപ്പെട്ട ഭക്ഷ്യ പണപ്പെരുപ്പം ഉയരാനുള്ള കാരണമായത്. ഇനി ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതായിട്ട് ചർച്ചയിൽ വരുന്നത് ഇനി ഒരു റേറ്റ് ഹൈക്ക് ഉണ്ടായിരിക്കുമോ എന്ന് തന്നെയാണ്. അപ്പോൾ വിദഗ്ധർ പറയുന്നത് ഇൻഫ്ലേഷൻ ഡാറ്റ ശരാശരി 5% മുകളിൽ പോയി കഴിഞ്ഞാൽ RBI 2026 ഡിസംബർ മാസത്തിലോ അല്ലെങ്കിൽ 2027 ഫെബ്രുവരി മാസത്തിലൊക്കെ ആയിട്ട് റേറ്റ് ഹൈക്കിലേക്ക് പോകാൻ സാധ്യത വരും എന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഇനി ഗ്ലോബലി നടക്കുന്ന ഏറ്റവും കീ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. UK നിന്നും GDP സെക്കൻഡ് ക്വാർട്ടർ GDP ഡാറ്റയും ട്രേഡ് ബാലൻസ് ഡാറ്റയും ഇന്നാണ് പുറത്തു വരുന്നത്. US നിന്നും പുറത്തു വരുന്ന ഡാറ്റകൾ PPI മന്ത് ഓൺ മന്ത് ഡാറ്റയും ഫെഡ് ബാലൻസ് ഷീറ്റും ഇത് പുറത്തു വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ജൂൺ IIP ഡാറ്റയാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. അശോക് ലൈലാൻഡ്, ടാറ്റ മോട്ടോഴ്സ് PV, ഗോദ്രേജ് കോൺസ്, ആംബർ എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികൾ. കൂടാതെ മിൽക്കി മിസ്റ്റ് IPO സബ്സ്ക്രിപ്ഷൻ ഇന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെയും നേട്ടത്തിൽ തന്നെയാണ് ഗോൾഡ് പ്രൈസുകൾ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,13,560 എന്ന നിലയിലായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്കാണ്. അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസ് നെറ്റ് പ്രോഫിറ്റിൽ 38.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 610.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.6% വർധനവ് 7,043.5 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു കമ്പനി ടാറ്റ മോട്ടോഴ്സ് CV ആണ്. പ്രോഫിറ്റിൽ 83.2% വർധനവ് ഒരു നല്ല റിസൾട്ടാണ് ടാറ്റ മോട്ടോഴ്സ് CVയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 2,560 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 19.3% വർധനവ് 20,667 കോടി രൂപയിലുമാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് GMR എയർപോർട്ട്സ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 91 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 211.6 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 23.7% വർധനവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു കമ്പനി ഗുജറാത്ത് പിപ്പാവേ പോർട്ട് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 41.8% വർധനവ് 147.9 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 32.6% വർധനവ് 331.8 കോടി രൂപയിലുമാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് എന്ന കമ്പനി. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 221.8 കോടി രൂപയാണ്. പ്രോഫിറ്റിൽ 269.2% വലിയ ഒരു വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. റവന്യൂവിൽ 43.3% വർധനവ് 2,714.2 കോടി രൂപയിലുമാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് സൺ TV നെറ്റ്വർക്കാണ്. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 818.8 കോടി രൂപ. പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 16.95% ശക്തമായിട്ടുള്ള വളർച്ചയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റവന്യൂവിൽ 13% വർധനമാണ് വന്നിരിക്കുന്നത്. 1,457.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ആസ്ട്രലാണ്. പ്രോഫിറ്റിൽ 51.8% വർധനവ് 120.2 കോടി രൂപയിലാണ് ഉള്ളത്. റവന്യൂവിൽ 15.9% വർധനവ് 1,578 കോടി രൂപ ആയിട്ടുമാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ.